അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അൽ മുലഖസുൽ ഫിഖ്ഹി എന്ന ഗ്രന്ഥത്തിൽ നിന്നും കിതാബു സിയാമാണ് വായിച്ചു തുടങ്ങിയത്. ഇതിൽ 5 അധ്യായങ്ങളാണുള്ളത്. ഇതിൽ ഒന്നാമത്തെ അധ്യായം ബാബുൻ ഫി വുജൂബി സൗമി റമദാന വ വഖ്തി, റമദാനിലെ നോമ്പ് നിർബന്ധമാണ് എന്നതിനെ സംബന്ധിച്ചും അതിൻ്റെ സമയത്തെ സംബന്ധിച്ചും എപ്പോഴാണ് റമദാൻ പ്രവേശിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിച്ചത്. ഇനി ഇതിൽ രണ്ടാമത്തെ അധ്യായം മുസന്നിഫ് ഹഫിളഹുല്ലാ കൊണ്ടുവരുന്നത് ബാബുൻ ഫി ബദ്ഇ സിയാമിൽ യൗമി വ നിഹായത്തിഹി, ഒരു ദിവസത്തെ നോമ്പ് എപ്പോഴാണ് തുടങ്ങുന്നത്, എപ്പോഴാണ് അവസാനിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനുള്ള ആധാരം, അത് പഠിപ്പിക്കുന്ന തെളിവ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. അത് ഇറങ്ങാനുള്ളൊരു പശ്ചാത്തലമുണ്ട്. അതായത് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എല്ലാം അതിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ ഒരാൾ നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ, മഗ്രിബിൻ്റെ സമയത്ത് നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് തിന്നുക, കുടിക്കുക, അല്ലെങ്കിൽ ഭാര്യമാരുമായി ബന്ധപ്പെടുക, ഇത് അനുവദനീയമായിരുന്നത് ഒന്നുകിൽ ഇഷ നമസ്കരിക്കുന്നത് വരെയാണ്, അല്ലെങ്കിൽ ഉറങ്ങുന്നത് വരെയാണ്. നോമ്പ് മുറിച്ചതിന് ശേഷം ഇഷ നമസ്കരിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ തിന്നാനോ കുടിക്കാനോ ഭാര്യയുമായുള്ള ബന്ധത്തിന് പാടില്ല. അല്ലെങ്കിൽ അതിന് മുമ്പ് കിടന്ന് ഒരാൾ ഉറങ്ങി, എന്നാലും പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഭക്ഷണം, അതേപോലെ തന്നെ പാനീയം, ഭാര്യമാരുമായിട്ടുള്ള സമ്പർക്കമൊന്നും പാടില്ലായിരുന്നു. ഇതായിരുന്നു ആദ്യ കാലഘട്ടത്തിലെ നിയമം. ഇത് സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം നല്ല മഷക്കത്തായിരുന്നു, പ്രയാസകരമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ബഖറയിൽ 187-ാമത്തെ ആയത്ത് ഇറക്കുന്നത്. അപ്പോൾ സ്വഹാബികൾക്ക് വലിയ സന്തോഷമായി. അള്ളാഹു അവർക്ക് എന്ത് ചെയ്തു, നോമ്പ് തുറന്നതിന് ശേഷം പ്രഭാതം വരെയും, അതായത് സുബഹിൻ്റെ സമയം വരെയും ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, അതേപോലെ തന്നെ ഭാര്യമാരുമായി ബന്ധപ്പെടാം എന്നുള്ളതായ നിയമം ഇറക്കി. ആ ആയത്തിതാണ് ഉഹില്ല ലക്കും ലൈലത്ത സിയാമി അർറഫതു ഇലാ നിസായിക്കും, നോമ്പുള്ള രാത്രികളിൽ, അതായത് റമദാനിൻ്റെ രാത്രികളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഹുന്ന ലിബാസുല്ലക്കും വ അന്തും ലിബാസുല്ലഹുൻ, അവർ നിങ്ങൾക്കും നിങ്ങൾ അവർക്കും ഒരു വസ്ത്രം പോലെയാണ്. അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസക്കും ഫതാബ അലൈക്കും വഅഫ അൻകും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ നിയമം സ്വഹാബികൾക്ക് പ്രയാസകരമായിരുന്നു. പക്ഷെ അവർ സ്വന്തം നഫ്സിനോട് വഞ്ചന എന്നോണം അവർ ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചു പോകലുണ്ട്. ഭാര്യമാരുമായിട്ടുള്ള സംസർഗവുമെല്ലാം ഇടയ്ക്ക് സംഭവിച്ചു പോകലുണ്ട്. അപ്പോൾ അതിൻ്റെ കുറ്റബോധം അവരുടെ ഹൃദയത്തിലുണ്ടായി. അത് അള്ളാഹ് പറയണം, അതെ, അത് അള്ളാഹു മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ആ പ്രയാസം അള്ളാഹു മനസ്സിലാക്കുകയും അള്ളാഹു നിങ്ങൾക്ക് തൗബ ചെയ്യുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഫൽ ആന ബാഷുറുഹുൻ, ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്തോ, ഭാര്യമാരുമായി സംസർഗത്തിൽ ഏർപ്പെട്ടുകൊള്ളുക. വബ്തഗൂ മാ കതബല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചതിനെ, മക്കളെ നിങ്ങൾ തേടിക്കൊള്ളുക. വഖുലൂ വശ്റബൂ, അതുപോലെ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഏതുവരെയാണ് ഇത് പാടുള്ളത്? ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫജ്ർ, ഫജ്ർ വെളിവാകുന്നത് വരെയും, അതായത് സുബഹിൻ്റെ സമയം വരെയും. രാത്രിയുടെ ഇരുട്ടിൽ നിന്ന് പകലിൻ്റെ വെളിച്ചം വ്യക്തമാകുന്നതായ സമയത്തിനാണ് ഈ പറയുന്ന യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തുൽ അസ്വദ് എന്ന പ്രയോഗം എന്ന് ഉലമാക്കളൊക്കെ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫജ്റിൻ്റെ സമയം വരെയും. സുമ്മ അതിമ്മു സിയാമ ഇലൽ ലൈൽ, എന്നിട്ട് പിന്നെ രാത്രി വരെയും നോമ്പ് നിങ്ങൾ പൂർത്തീകരിച്ചു കൊള്ളുക. അതായത് മഗ്രിബ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെയും അതിനെ പൂർത്തീകരിച്ചു കൊള്ളുക. അപ്പോൾ ഇതാണ് അതിൻ്റെ തുടക്കവും ഒടുക്കവും. ഫജ്റു സാദിഖ് ഒഴിവാകുന്നത് മുതൽ ഗുറൂബു ഷംസ് വരെയുമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് നോമ്പിൻ്റെ തുടക്കവും ഒടുക്കവും കൃത്യമാണ്. അതിൻ്റെ തുടക്കം മിൻ തുലൂഇൽ ഫജ്രി സാനി, ഫജ്റു സാനി ഉദിക്കുന്നത് മുതൽ ഇലാ ഗുറൂബി ഷംസ് വരെയാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്നലും കുടിക്കലും തുലൂഉൽ ഫജ്ർ വരെയും അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ നിന്ന് മനസ്സിലാകുന്ന മറ്റൊരു നിയമം,
സുഹൂർ ഇടയത്താഴം സുന്നത്താണ്, മുസ്തഹബാണ് എന്നുള്ളതും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആയത്തിൽ നിന്ന് കിട്ടുമെന്ന് ഉലമാക്കൾ പറയുന്നുണ്ട്. മാത്രമല്ല ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, തസഹറു, നിങ്ങൾ ഇടയത്താഴം കഴിച്ചുകൊള്ളുക, ഫഇന്ന ഫിസ് സഹൂരി ബറക, നിശ്ചയമായും സഹൂറിൽ ബറക്കത്തുണ്ട്, അനുഗ്രഹമുണ്ട് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പാഴാക്കാവുന്ന ഒരു കാര്യമല്ല, വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു സുന്നത്താണ്. ജൂത നസാറാക്കളുടെ നോമ്പിനോട് മുഖാലഫത്ത് കാണിക്കലും അതിലുണ്ട് എന്ന് ചില ഹദീസുകളിൽ കാണാം. മാത്രമല്ല അതിനെ പ്രേരിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായ ആധാറുകൾ, ഉദ്ധരണികൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അത് വലൗബി ജറഅത്തിമായി, ഒരു റക്ക വെള്ളമാണെങ്കിലും ശരി ഇടത്താഴം കുടിച്ചിരിക്കണം. വയുസ്തഹബ്ബു തഅഖീറുഹു ഇലാ വഖ്തി ഇൻഫിജാരിൽ ഫജ്ർ, മാത്രമല്ല അതിന് പിന്തിക്കലാണ് മുസ്തഹബ്. അതായത് സുബ്ഹിൻ്റെ സമയത്തിനോട് അടുത്തു വരുന്ന രീതിയിൽ അതിനെ പിന്തിക്കുക എന്നുള്ളതാണിത് ഏറ്റവും നല്ലത്. അപ്പോൾ വലൗ ഇസ്തൈഖദൽ ഇൻസാനു, ഒരു മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു, വഅലൈഹി ജനാബത്തുൻ, അവന് വലിയ ശുദ്ധിയുണ്ട്, ഔ തഹുറത്തിൽ ഹായിദു ഖബല തുലൂഇൽ ഫജ്ർ, അല്ലെങ്കിൽ ഒരു ഹൈളുകാരി സുബ്ഹിൻ്റെ സമയമാകുന്നതിന് മുമ്പ് ശുദ്ധിയായി, എന്നാൽ ഫഇന്നഹും യബ്ദഊന ബിസ്സഹൂർ, ആദ്യം അവർ ചെയ്യേണ്ടത് ഇടത്താഴം കഴിക്കലാണ്. വയസൂമു, എന്നിട്ട് എന്ത് ചെയ്യുക, നോമ്പെടുക്കുക. വയുഅഖിറൂന അൽ ഇഗ്തിസാല ഇലാ ബഅദി തുലൂഇൽ ഫജ്ർ, തുലൂഉൽ ഫജ്റിന് ശേഷം കുളിച്ചാലും മതി. പക്ഷെ എന്ത് ചെയ്യണം, ഇടത്താഴം അതിന് തന്നെ സുബ്ഹിൻ്റെ സമയമാകുന്നതിന് മുമ്പ് ഇടത്താഴം കുടിക്കുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. കുളിക്കുക എന്നുള്ളത് എന്തല്ല, അപ്പം തന്നെ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പേ കുളിക്കൽ നിർബന്ധമല്ല. കുളിക്കൽ നിർബന്ധം നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്കും എന്ത് ചെയ്താലും മതി, നമസ്കരിച്ചാലും മതി. എന്നിട്ട് മുസന്നിഫ് പറയുകയാണ്, ചില ആളുകൾ കാണാം, യുബക്കിറൂന ബിത്തസഹൂർ, അവർ നേരത്തെ അത്താഴം കഴിക്കും. ലിഅന്നഹും യസ്ഹറൂന മുഅ്ളമൽ ലൈൽ, അവരിങ്ങനെ രാത്രിയിൽ ഉറക്കമൊഴിച്ച് ധാരാളം സമയം ഇരിക്കും. എന്നിട്ട് സുമ്മ യതസഹറൂന വയനാമൂൻ, എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങും. ഖബലൽ ഫജ്ർ ബിസാഅത്തിൻ, ഫജ്റിന് കുറേ മണിക്കൂറുകൾക്ക് മുമ്പ്. വഹാഉലാഇ ഖദ് ഇർതകബു ഇദ്ദത അഖ്ത, അവർ ധാരാളം പിഴവുകൾ അവർക്ക് സംഭവിക്കലുണ്ട്. മുസ്ലിഫ് എടുത്തു പറയുന്നുണ്ട്. ഒന്നാമതായി ലിഅന്നഹും സാമു ഖബല വഖത്തി സിയാം, ഒന്നാമത്തെ തെറ്റെന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ സമയമാകുന്നതിന് മുമ്പേ അവരെന്ത് ചെയ്തു, നോമ്പ് പിടിച്ചു എന്നുള്ളതാണ്. നോമ്പിൻ്റെ സമയം തുടങ്ങുന്നത് ഫജ്ർ സാദിഖ് മുതലാണ്, സുബ്ഹിൻ്റെ സമയം മുതലാണ്. അതിന് മുമ്പേ അവരെന്ത് ചെയ്തിരിക്കുന്നു, നോമ്പ് പിടിച്ചിരിക്കുന്നു. അതാണ് ഒന്ന്. മറ്റൊന്ന്, പലപ്പോഴും യത്രുക്കൂന സ്വലാത്തൽ ഫജ്രി മഅൽ ജമാഅത്തായിട്ട് ഫജ്ർ നമസ്കാരം പലപ്പോഴും അവരെന്ത് ചെയ്യും, ഉപേക്ഷിക്കാനിടയുണ്ട്. കുറേ അധികം ഉറക്കം ഒഴിച്ചിരിക്കും, എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങും, പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഫജ്റിന് എണിക്കാൻ സാധിക്കില്ല. ഫയഅസൂന അല്ലാഹു ബിതർകി മാ ഔജബ അല്ലാഹു അലൈഹി മിൻ സ്വലാത്തിൽ ജമാഅ, അപ്പോൾ ജമാഅത്തായിട്ട് നമസ്കരിക്കുക എന്നുള്ള പുരുഷന്മാർക്ക് നിർബന്ധമാണ്. അത് ഉപേക്ഷിക്കുമ്പോൾ അതിൻ്റെ മേലെന്താവും, പാപിയാകും. മറ്റൊന്ന്, റുബ്ബമാ യുഅഖിറൂന സ്വലാത്തൽ ഫജ്രി അൻ വഖതിഹ, ചിലപ്പോഴെല്ലാം ഫജ്ർ നമസ്കാരം അതിൻ്റെ സമയത്ത് നിന്ന് വരെയും എന്ത് ചെയ്യും, ചിന്തിക്കും. അതാകട്ടെ കഠിനമായ പാപമാണ്. ഫലാ യുസല്ലൂന ഇല്ലാ ബഅദ തുലൂഇ ശംസ്, എന്നിട്ട് സൂര്യൻ ഉദിച്ചിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, നമസ്കരിക്കുക. വഹാദ അഷദ്ദു ജുർമൻ വഅഅദം ഇസ്മൻ, ഇതാകട്ടെ കഠിനമായ പാപമാണ്. അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. എങ്ങനെ നമസ്കരിക്കുന്നവർ, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നമസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധമായി, അതായത് എന്താണ്, അതിൻ്റെ സമയത്തിൽ നിന്ന് പിന്തിക്കുന്നവർ എന്നാണ് പല മുഫസ്സിറുകളും എന്ത് ചെയ്യുന്നത്, അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതും അങ്ങനെ ഒരു തെറ്റും സംഭവിക്കാനിടയുണ്ട്. അതുകൊണ്ട് ഇടയത്താഴം പരമാവധി എന്ത് ചെയ്യുക, താമസിപ്പിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഉചിതമായ കാര്യം. അതേപോലെ തന്നെ വലാബുദ്ദ അയ്യൻവി അസ്സുയാമൽ വാജിബ മിനൽ ലൈൽ, നിർബന്ധമായ നോമ്പാണെങ്കിൽ രാത്രിയിൽ തന്നെ എന്ത് ചെയ്യണം, നെയ്യത്ത് അനിവാര്യമാണ്. രാത്രിയിൽ തന്നെ നെയ്യത്ത് വയ്ക്കണം. സുന്നത്തായതാണെങ്കിൽ പകലിൽ ചെയ്താലും മതി. സൂര്യന് സുബ്ഹിൻ്റെ സമയമായി 6 മണിയായി അല്ലെങ്കിൽ 7 മണിയായി, അവനൊന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എങ്കിൽ, നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അപ്പം എന്ത് ചെയ്യാം, നെയ്യത്ത് ചെയ്ത് സുന്നത്തായ നോമ്പ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫർളായ നോമ്പാണെങ്കിൽ എന്ത് ചെയ്യണം, രാത്രിയിൽ തന്നെ നെയ്യത്ത് വേണം. ഫലൗനവസ്സയാമ വലം യസ്തൈഖിൽ ഇല്ലാ ബഅദ തുലൂഇൽ ഫജ്ർ, ഒരാൾ സുബ്ഹിൻ്റെ സമയമായതിനു ശേഷമാണ് അവൻ എന്ത് ചെയ്ത് ഉണർന്നത്, അവൻ രാത്രിയിൽ നെയ്യത്ത് വെച്ചിട്ടുണ്ട്, എന്നാൽ ഫഇന്നഹു യുംസിക്, അവൻ എന്ത് ചെയ്യണം, നോമ്പ് തുടരണം. വസിയാമുഹു സഹീഹുൻ താമുൻ ഇൻഷാ അല്ലാഹ്, അവൻ്റെ നോമ്പ് എന്തായിരിക്കും,
സമ്പൂർണ്ണമായ നോമ്പായിരിക്കും. അപ്പോൾ നെയ്യത്തുണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ് എന്നതാണ്. ചില ഉലമാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, റമദാനിലെ എല്ലാ നോമ്പും ഞാൻ പിടിച്ചു വീടും എന്ന് ഒന്നിച്ച് നെയ്യത്ത് ചെയ്താൽ അത് മതിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിലേ അങ്ങനെ നോമ്പ് നെയ്യത്ത് ചെയ്തു, എന്നാൽ അത് മതിയാകും. അത് പ്രബലമായ ഒരു അഭിപ്രായം തന്നെയാണ്. എന്നാലും സൂക്ഷ്മതയ്ക്ക് നല്ലതെന്താണ്, കുറച്ചുകൂടി മുസ്തഹബായ നല്ല കാര്യം അങ്ങനെ ചെയ്തവർക്കും രാത്രിയിൽ പ്രത്യേകം നെയ്യത്ത് ചെയ്യുക എന്നുള്ളത് നല്ലതാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇങ്ങനെ നെയ്യത്ത് ചെയ്തയാൾ ഇടയിൽ ഒരു നോമ്പ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എന്ത് ചെയ്യണം, ആ നെയ്യത്തിന് പുതുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് നെയ്യത്ത് നോമ്പിന് എന്താണ് അനിവാര്യമായ കാര്യമാണ്. അതേപോലെ യുസ്തഹബ്ബു തഅജീലുൽ ഇഫ്താർ, നോമ്പ് തുറക്കുന്നത് വേഗതയാക്കലാണ് മുസ്തഹബ്. ഇദാ തഹഖഖ ഗുറൂബ ശംസി, സൂര്യൻ അസ്തമിച്ചു എന്നുള്ളത് ഉറപ്പായാൽ. എങ്ങനെയാണ് ഉറപ്പാവുക? ഒന്നുകിൽ ബി മുഷാഹദത്തിഹ, അതിനെ കാണൽ കൊണ്ടാണ്. അതായത് ചക്രവാളത്തിനോട് താഴേക്ക് പൂർണ്ണമായും സൂര്യൻ്റെ വൃത്തം എന്ത് ചെയ്യണം, മാഞ്ഞു പോകണം, അപ്പോഴാണ്. ഔ ഗലബ അലാ വന്നിഹി ബി ഖബരി സിഖത്തിൻ ബി അദാനിൻ ഔ ഗൈരി, അല്ലെങ്കിൽ അവൻ്റെ ധാരണയിൽ മികച്ച് എന്താണ് അസ്തമിച്ചിട്ടുണ്ട് എന്ന്, അതൊന്നെങ്കിൽ ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്ന മുഖേന, അല്ലെങ്കിൽ വിശ്വസ്തനായ ഒരാൾ അറിയിച്ചതാ സമയമായിട്ടുണ്ട് എന്ന്. അപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെ ഉറപ്പായി കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്തോളണം, നോമ്പ് മുറിക്കണം. സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു നാസു ബി ഖൈരിൻ, ജനങ്ങൾ നന്മയിലായിക്കൊണ്ടേയിരിക്കും, അവർ നന്മയിലായിരിക്കും ഈ ഉമ്മത്ത്. എപ്പോഴാണ്? മഅജ്ജലു അൽ ഫിത്ർ, എപ്പോഴാണോ അവർ നോമ്പ് തുറയെ വേഗതയിലാക്കുന്നത് അപ്പോൾ. അപ്പോൾ നോമ്പ് തുറയെ വേഗതയിലാക്കുക എന്നുള്ളത് അവൻ്റെ ഈമാനിൻ്റെ ഭാഗമാണ്, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, ദീനിൻ്റെ ഭാഗമാണ്. അത് അവർക്ക് ഖൈർ കൊണ്ടുവരാനുള്ള കാര്യമാണെന്നാണ്. ചില ആളുകൾ എന്ത് ചെയ്യും, ധാരാളം വൈകിപ്പിക്കും. ഇത് പാടില്ല, അത് ശരിയായ നിലപാടല്ല. ഇത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവർക്ക് നന്മ എപ്പോഴാണ്? അസ്തമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നോമ്പ് തുറക്കുന്നതിലാണ് നന്മയുള്ളത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം, അള്ളാഹുവിങ്കിൽ നിന്ന് ഖുദ്സിയായ ഹദീസാണ്, ഇന്ന അഹബ്ബ ഇബാദി ഇലയ്യ അഅജലുഹും ഫിത്ര, എൻ്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ നേരത്തെ ആരാണോ നോമ്പ് തുറക്കുന്നത് അവരാണ്. സമയമായി കഴിഞ്ഞ് നേരത്തെ ചെയ്യുക, ഉടനെ തന്നെ നോമ്പ് തുറക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിക്കുന്നുണ്ട്. എങ്ങനെയാണ് നോമ്പ് തുറക്കേണ്ടത്? വസുന്നത്തു അയ്യുഫ്തിർ അലാ റുതബി, പഴുത്ത ഈന്തപ്പഴം അതുകൊണ്ട് നോമ്പ് തുറക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത, അതാണ് സുന്നത്ത്. ഫഇല്ലം യജിദ് ഫഅല തംരീൻ, പഴുത്തത് കിട്ടിയില്ല എങ്കിൽ പഴുത്ത് ഉണങ്ങിയത് കൊണ്ട്, തമ്മുർ കൊണ്ട്, കാരക്ക കൊണ്ട് എന്ത് ചെയ്യാം. അപ്പോൾ ഒന്നാമത് മുന്തിക്കേണ്ടത് എന്തിനു തന്നെയാണ്? പാകമായ പച്ചയായ പഴത്തെയാണ്, പഴുത്ത പച്ചയായ നിലയിലിരിക്കുന്നതാണ്, ഉണങ്ങിയതല്ല. അതില്ലെങ്കിൽ എന്താണ്? കാരക്ക, തമ്മുർ. അതും ലഭിച്ചില്ല എങ്കിൽ ഫഅല മായി, എന്ത് ചെയ്യാം? വെള്ളം കൊണ്ട് നോമ്പ് തുറക്കാം. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇതിനുള്ള തെളിവ്. അവിടുന്ന് പറഞ്ഞു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്തിറു ഖബല അൻ യുസല്ലി അലാ റുതബാത്തിൻ, നമസ്കരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില റുതബാത്തുകൾ കൊണ്ട് നോമ്പ് തുറക്കുമായിരുന്നു. റുതബാത്ത് എന്ന് പറഞ്ഞാൽ പഴുത്ത പാകമായ പച്ചയായിരിക്കുന്ന ഇത്തപ്പഴം. ഫഇല്ലം തകുൻ റുതബാത്തുൻ ഫതംറാത്തുൻ, റുതബാത്തുകൾ കിട്ടിയില്ല എങ്കിൽ ഫതംറാത്തുൻ, എന്ത് ചെയ്യും? കാരക്ക കൊണ്ട്, ഉണക്ക കാരക്ക കൊണ്ട് നോമ്പ് തുറക്കും. ഫഇല്ലം തകുൻ തമറാത്തുൻ, ഇനി അതും കിട്ടിയില്ല എങ്കിൽ ഹസവാത്തിൻ മിൻ മാഇൻ, വെള്ളത്തിൽ നിന്ന് ചില കോരലുകൾ കൊണ്ട് എന്ത് ചെയ്യും? നോമ്പ് തുറക്കും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. ഇമാം അഹ്മദ്, അബൂ ദാവൂദ്, തിർമിദി എല്ലാം ഉദ്ധരിച്ച ഹദീസാണ്. ഫഇല്ലം യജിദ് റുതബൻ വലാ തംറൻ വലാ മാഅൻ അഫ്തറ അലാ മാ തയസ്സറ മിൻ തുആമിൻ വശറാബിൻ, ഇനി പറയുന്ന റുതബ് കിട്ടിയില്ല, തംർ കിട്ടിയില്ല, വെള്ളവും കിട്ടിയില്ല, എന്നാലോ ഏതെങ്കിലും ഭക്ഷണം കൊണ്ട് എന്ത് ചെയ്യാം? നോമ്പ് തുറക്കാവുന്നതാണ്. ഇനി പറയുന്നത് ഒന്നും തന്നെ കിട്ടിയില്ല, എന്നാലോ ഭക്ഷണവും ഇല്ല, അവന് ചിലപ്പോൾ യാത്രയിലേക്ക് ചിലപ്പോൾ സംഭവിക്കലുണ്ട്, നോമ്പ് തുറക്കാനൊന്നും ലഭിക്കാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അപ്പോൾ അവൻ ചെയ്യേണ്ടത് ഉടനെ തന്നെ നോമ്പിൻ്റെ നെയ്യത്തിന് മുറിക്കുക എന്നുള്ളതാണ്. നോമ്പ് മുറിച്ചു എന്ന് കരുതുക, അതോടെ എന്ത് ചെയ്യും? നോമ്പ് മുറിയും. അപ്പോൾ നോമ്പ് മുറിക്കുക എന്നുള്ളത് എന്താണ്? അനിവാര്യമായ കാര്യമാണ്. വഹുന അമ്രുൻ യജിബു തൻബീഹു അലൈഹി, മനസ്സിലാക്കൽ അനിവാര്യമായ ഒരു കാര്യം ഇവിടെയുണ്ട്. അത് അന്ന ബഅദൻ നാസ് ഖദ് യജ്ലിസു അലാ മാഇദതി ഇഫ്താരിഹി, ചില ആൾക്കാർ എന്ത് ചെയ്യും? നോമ്പ് തുറക്കാനിരുന്നാൽ അവൻ എന്ത് ചെയ്യും? ഭക്ഷണത്തിൻ്റെ അടുക്കൽ തന്നെ ഇരിക്കും. എന്നിട്ട് വയതാഷ വയതുറുക്കു സ്വലാത്തുൽ മഗ്രിബ്, എന്നിട്ട് തുറന്ന് കഴിഞ്ഞ് പിന്നെ ഭക്ഷണമെല്ലാം അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും? നിർവഹിക്കും. മഗ്രിബ് നിസ്കാരം എന്ത് ചെയ്യും? ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിനെ ഉപേക്ഷിക്കും. മാൽ ജമാഅത്തി ഫിൽ മസ്ജിദ്, മസ്ജിദിൽ ജമാഅത്തായി നമസ്കരിക്കുന്നതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഭക്ഷണത്തിന് വേണ്ടിയിരിക്കും.
ഫയർതകിബു ബിദാലിക ഖത്അൻ അദീമ, വലിയ ഗുരുതരമായ പിഴവാണ് ഇത് മുഖേന അവന് സംഭവിക്കുന്നത്. വഹുവ അത്താഖുറു അനിൽ ജമാഅത്തി ഫിൽ മസ്ജിദ്, അതെന്താണ്? മസ്ജിദിൽ ജമാഅത്തായി നമസ്കരിക്കുന്നതിനെ അവൻ എന്ത് ചെയ്തു? ചിന്തിച്ചു, അത് ഒഴിവായി എന്നുള്ളതാണ്. വയുഫവ്വിതു അലാ നഫ്സിഹി സവാബൻ അദീമ, വലിയ പ്രതിഫലങ്ങളാണ് അവൻ എന്ത് ചെയ്യുന്നത്? നഷ്ടപ്പെടുന്നത്. പ്രത്യേകിച്ചും റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ ഇങ്ങനെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുക എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഗുരുതരമായ കാര്യമാണത്. വയുഅദ്ദിദുഹാ ലിൽ ഉഖൂബ, അത് മുഖേന ശിക്ഷക്ക് അവൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ നഫ്സിനെ അവൻ ഇടയാക്കുന്നു. കാരണം പുരുഷന്മാർക്ക് ജമാഅത്ത് നമസ്കാരം വാജിബാണ് എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. ചില ഉലമാക്കൾ ഇത് മുഅക്കദായ സുന്നത്താണ് എന്ന് പറയുന്നുണ്ട്, എങ്കിലും പ്രബലമായ അഭിപ്രായം എന്ത് തന്നെയാണ്? അത് വാജിബാണ്. ധാരാളം തെളിവുകൾ അതിനെന്ത് ചെയ്യുന്നുണ്ട്? ഉലമാക്കൾ നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന തന്നെയുണ്ട്, വർക്കഉ മഅ റാക്കിഈൻ, നിങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂടെ നമസ്കരിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. മാത്രമല്ല, നമസ്കരിക്കാതെ ജമാഅത്തിന് പള്ളിയിൽ വരാതെ മാറി നിൽക്കുന്ന ആളുകളുടെ വീട് കരിച്ചു കളയാൻ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനം എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയിക്കുന്നത് നിർബന്ധമാണെന്നുള്ളതിലേക്കാണ്. വൽ മഷ്റൂഉ ലിസ്സായിമി അൻ യുഫ്തിറ അവ്വലൻ സുമ്മ യദ്ഹബു ലിസ്സലാ, അപ്പോൾ ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് നിയമമായ കാര്യം ആദ്യം നോമ്പ് തുറക്കുക, വെള്ളം കൊണ്ടോ കാരക്ക കൊണ്ടോ ഈത്തപ്പഴം കൊണ്ടോ, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക? സുമ്മ യദ്ഹബു ലിസ്സലാ, നമസ്കാരത്തിന് പോവുക. സുമ്മ യതഅശ്ശാ ബഅദ ദാലിക, എന്നിട്ട് നമസ്കാരം കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്തു? ഭക്ഷണം കഴിക്കുക. ഇതാണ് അവന് ഉചിതമായ കാര്യം. വയുസ്തഹബ്ബു അൻ യദ്ഉ ഇൻദ ഇഫ്താരിഹി ബിമാ അഹബ്ബ, നോമ്പ് തുറക്കുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യാം? ആവശ്യമുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലിസ്സായിമി ഇൻദ ഫിത്രിഹി ദഅവത്തുൻ മാ തുറദ്ദു, നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന സമയത്ത് തള്ളപ്പെടാത്തൊരു പ്രാർത്ഥനയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നോമ്പുകാരൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും. അത് നോമ്പ് ഉടനീളം പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്താണ്? നോമ്പ് തുറക്കും. ചില ഈ റിപ്പോർട്ടുകൾ പ്രകാരം എന്താണ്? നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രത്യേകതയുണ്ട് എന്നിപ്പോൾ ഇതിൽ കാണുന്നുണ്ട്. ചില ദുർബലകൾ ഉലമാക്കൾ പറയുന്നുണ്ടെങ്കിലും ഏതൊരു ഇബാദത്തിൻ്റെയും ഒടുവിലുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, ഏത് ഇബാദത്താകട്ടെ, അതിന് ഒടുവിലുള്ള സമയമാണെന്ത്? ഏറ്റവും പ്രധാനപ്പെട്ടത്. റമദാനിൻ്റെയും ഏറ്റവും അവസാനത്തെ സമയങ്ങളാണെന്ത്? ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് വ്യത്യസ്തങ്ങളായ ഹദീസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അറിയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും ആളുകൾ ഒരുമിച്ച് കൂടുക ആ സമയത്ത്, എന്നിട്ടിങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യും? സംസാരിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയം കൊല്ലുന്ന ഒരു രീതിയുണ്ട്. അതല്ല വേണ്ടത്. എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആ സമയത്ത്. വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ ലക സുബ്തു അലാ റിസ്ഖിക അഫ്തർതു എന്നൊരു പ്രാർത്ഥന വന്നിട്ടുണ്ട്. അതിന് ചില ദുർബലതകളുണ്ട്. ഇൻഷാ അല്ലാഹ് എന്നൊരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് നമുക്ക് പ്രാർത്ഥിക്കാം, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? അള്ളാഹുവിനോട് ദുആ ചെയ്യാം എന്നുള്ളതാണ്. വഹകദാ യൻബഗി ലിൽ മുസ്ലിമി അൻ യതഅല്ലമ അഹ്കാമ സിയാമി വൽ ഇഫ്താരി വഖതൻ വസിഫതൻ, ഇങ്ങനെ നോമ്പിൻ്റെ സമയം, അതിൻ്റെ രൂപം, ഇതിനെക്കുറിച്ചുള്ളതായ നിയമങ്ങൾ പഠിക്കുക എന്നുള്ളത് മുസ്ലിമിന് അനിവാര്യമാണ്. എന്നാലേ ഹത്താ യുഅദ്ദിയ സിയാമഹു അലൽ വജ്ഹിൽ മശ്റൂഇൽ മുവാഫിഖി ലിസുന്നത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കുന്ന രീതിയിൽ നോമ്പെടുക്കാൻ എന്നാൽ എന്ത് ചെയ്യൂ? സാധിക്കുകയുള്ളൂ. വഹത്താ യകൂന സിയാമുഹു സഹീഹൻ വഅമലുഹു മഖ്ബൂലൻ ഇൻദല്ലാഹ്, അങ്ങനെ അവൻ്റെ നോമ്പ് അല്ലാഹുവിങ്കൽ സഹീഹായി സ്വീകരിക്കപ്പെടണം. അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇങ്ങനെ പഠിക്കേണ്ടതുണ്ട്. ഫഇന്ന ദാലിക മിൻ അഹമ്മിൽ ഉമൂർ, കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു തആല പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ, അല്ലാഹുവിനെ ആഗ്രഹിക്കുന്ന, ആഖിറം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നല്ല മാതൃകയുണ്ട്. അപ്പോൾ നബി എങ്ങനെയാണോ നോമ്പനുഷ്ഠിച്ചിരുന്നത് അത് പഠിക്കുക, അതനുസരിച്ച് എന്ത് ചെയ്യുക? നോമ്പെടുക്കുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. ഇനി മുസന്നിഫ് അടുത്ത അധ്യായത്തിൽ കൊണ്ടുവരുന്നത് ബാബുൻ ഫി മുഫ്സിദാത്തി സൗമി, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്നാണ്. നോമ്പ് മുറിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അതറിയൽ ഒരു മുസ്ലിമിന് അനിവാര്യമാണ്. എന്നാലേ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ സാധിക്കൂ? വിട്ടു നിൽക്കാനും അതിനെക്കുറിച്ച് ജാഗ്രത പുലർത്താനും സാധിക്കുകയുള്ളൂ. അത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നോമ്പ് മുറിഞ്ഞു പോകും. അതിൽപ്പെട്ടത് ഒന്ന് അൽ ജിമാഉ, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടലാണ്, ജിമാ ചെയ്യലാണ്. ഇവിടെ ജിമാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പുരുഷ ലിംഗം സ്ത്രീ ലിംഗത്തിൽ പ്രവേശിക്കലാണ്. അത് മുഖേന എന്ത് ചെയ്യും? നോമ്പ് മുറിഞ്ഞു. എപ്പോഴാണ് ഒരു നോമ്പുകാരൻ ഇങ്ങനെ ജിമാ ചെയ്യുന്നത്, ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത്? അത് മുഖേന അവൻ്റെ നോമ്പ് മുറിഞ്ഞു. നോമ്പ് മുറിഞ്ഞു കഴിഞ്ഞാൽ ആ നോമ്പ് ഖളാ വീട്ടൽ അവൻ്റെ മേൽ നിർബന്ധമാണ്.
അതേപോലെ തന്നെ വളരെ ഗൗരവമേറിയ പശ്ചാത്താപം കഫാറത്തും അതിൻ്റെ മേൽ അനിവാര്യമായി തീരും. എന്താണത്? ഒരാളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ ഒരു അടിമയെ മോചിപ്പിക്കണം. ഇനി അടിമയെ മോചിപ്പിക്കാൻ അടിമയെ ലഭ്യമല്ല, അല്ലെങ്കിൽ പണമില്ല, എന്നാൽ അവനെന്ത് ചെയ്യണം? ഫഅലൈഹി അൻ യസൂമ ശഹറൈനി മുതതാബിഈൻ, തുടർച്ചയായ 2 മാസങ്ങളിൽ അവൻ എന്ത് ചെയ്യണം? നോമ്പ് പിടിക്കണം. തുടർച്ചയായ 60 ദിവസങ്ങൾ എന്ത് ചെയ്യണം? നോമ്പ് പിടിക്കണം. ഫഇൻ ലം യസ്തതി സിയാമ ശഹറൈനി മുതതാബിഈൻ, അതിനും അവന് സാധിക്കുന്നില്ല എങ്കിൽ ഫഇൻ ലം യഖ്ദിർ അലാ ദാലിക ലിഉദ്രിൻ ശർഈ, നിയമപരമായിട്ടുള്ള മതപരമായ ഏതെങ്കിലും കാരണമുള്ളത് കൊണ്ടാണ് സാധിക്കാത്തത്, അതിൻ്റെ അലസത കൊണ്ടല്ല, ഏതെങ്കിലും കാരണമുള്ളത് കൊണ്ട് അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഫഅലൈഹി അൻ യുത്ഇമ 60 മിസ്കീന, 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. ലികുല്ലി മിസ്കീനിൻ നിസ്ഫു സാഇൻ, ഓരോ മിസ്കീനിനും എന്ത് ചെയ്യുക? അര സ്വാ, അതായത് ഏകദേശം ഒരു 1.5 കിലോ അരി. മിന ത്വആമിൽ മഅകൂലി ഫിൽ ബലദ്, ആ നാട്ടിൽ സാധാരണ ഭക്ഷിക്കുന്ന മുഖ്യ ആഹാരം ഏതാണോ, നമ്മുടെ നാടുകളിൽ അരിയും മറ്റുമാണ്, അരി അതെന്ത് ചെയ്യണം? ഓരോ മിസ്കീനിനും 60 മിസ്കീനും എന്ത് ചെയ്യണം? അങ്ങനെ ഭക്ഷണം കൊടുക്കണം. ഇതാണ് അതിൻ്റെ പ്രായശ്ചിത്തം. ഇതാണ് ഒന്നാമത്തെ കാര്യം, നോമ്പ് മുറിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഇതിന് മാത്രമേ പ്രായശ്ചിത്തം ചെയ്യേണ്ടതുള്ളൂ. ഇനി രണ്ടാമത്തേത് ഇൻസാലും മനിയി, അവൻ്റെ ബീജം പുറപ്പെടലാണ്, മനി പുറപ്പെടലാണ്. അത് ചിലപ്പോൾ ചുംബനം കൊണ്ടായിരിക്കാം, ഭാര്യയെ ചുംബിക്കുന്നു, അല്ലെങ്കിൽ സ്പർശനം കൊണ്ടാകാം, ഇങ്ങനെ, അല്ലെങ്കിൽ സ്വയംഭോഗം നിഷിദ്ധമായ കാര്യമാണ്, നോമ്പിലും അല്ലാത്ത സമയത്തൊക്കെ നിഷിദ്ധമായ കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യം, അല്ലെങ്കിൽ തക്രാറു നദുർ, എന്തെങ്കിലും ഭാര്യയെ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുന്നു, അത് മുഖേന അവൻ നോമ്പ് മുറിയും എന്ന് അറിയാം, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? അത് ചെയ്യാൻ പാടില്ല. ഫഇദാ ഹസല ശൈഉൻ മിൻ ദാലിക ഫസദ സൗമു, അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും കാര്യം മുഖേന ബീജം പുറപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്? നോമ്പ് മുറിയും. അതാണ്, ചുംബിച്ചു എന്നുകൊണ്ട് നോമ്പ് മുറിയില്ല, പക്ഷേ ചുംബനം കൊണ്ട് എന്താണ്? ബീജം പുറപ്പെട്ട് കഴിഞ്ഞാൽ നോമ്പ് മുറിയും. അപ്പോൾ ഇങ്ങനെ ഭാര്യയുമായി ഇടപഴകുന്നതിലൂടെ സാധാരണ അവന് ബീജം പുറപ്പെടും എന്ന് അവനക്കറിയാം, എന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? അത് ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. വഅലൈഹിൽ ഖദാഉ ഫഖത്ത് ബിദൂനി കഫാറ, അങ്ങനെ നോമ്പ് മുറിഞ്ഞു കഴിഞ്ഞാൽ ഖദാ വീട്ടൽ നിർബന്ധമാണ്, പ്രായശ്ചിത്തമൊന്നും ഇല്ല. പ്രായശ്ചിത്തം എന്തിനു മാത്രമേ ഉള്ളൂ? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മാത്രമേ ഉള്ളൂ. ഇനി ഒരാൾ കിടന്നുറങ്ങുകയാണ്, കിടന്നുറങ്ങുമ്പോൾ എന്ത് ചെയ്തു? അവന് സ്വപ്നത്തിൽ സ്ഖലനമുണ്ടായി, എന്നാൽ അവൻ്റെ നോമ്പ് എന്ത് ചെയ്യൂല? മുറിയുകയില്ല. വസിയാമുഹു സഹീഹുൻ, നോമ്പ് സഹീഹ് തന്നെയാണ്, ഒരു പ്രശ്നമില്ല. ലിഅന്ന ദാലിക വഖഅ ബിദൂനി ഇഖ്തിയാരി, അതവൻ സ്വന്തം ഇഷ്ടത്തിൽ ചെയ്യുന്നതല്ല, ഉറക്കത്തിൽ സ്ഖലനമുണ്ടായതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ലാക്കിൻ യജിബു അലൈഹിൽ ഇഗ്തിസാലു മിനൽ ജനാബ, പക്ഷേ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കുളിക്കൽ നിർബന്ധമാണ്. വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ എന്ത് ചെയ്യണം? കുളിക്കണം. സ്ഖലനമുണ്ടായാൽ നോമ്പ് എന്ത് ചെയ്യൂല? മുറിയുകയില്ല ഉറക്കത്തിൽ. മൂന്നാമത്തെ നോമ്പ് മുറിക്കുന്ന കാര്യം അൽ അക്ലു അവി ഷുർബു മുതഅമ്മിദൻ, മനഃപൂർവ്വം തിന്നുകയോ കുടിക്കുകയോ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിൽ കാണാം, പ്രഭാതം വരെയും തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭാതമായി കഴിഞ്ഞാൽ പിന്നെ നോമ്പുകാരൻ എന്ത് ചെയ്യാൻ പാടില്ല? തിന്നുകയും കുടിക്കുകയും ചെയ്യാൻ പാടില്ല. എന്നാൽ ഒരാൾ മറന്നുകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്തു, നോമ്പുകാരനാണ്, നമ്മൾ മറന്നുപോയി, അങ്ങനെ ഭക്ഷിച്ചു, എന്നാൽ ലാ യുഅസ്സിറു അലാ സിയാമി, അത് അവൻ്റെ നോമ്പിന് എന്ത് ചെയ്യൂല? തീരെ ബാധിക്കുകയില്ല. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നോമ്പുകാരൻ അവൻ മറന്നവനായ നിലയിൽ തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ ഫൽ യുതിമ്മ സൗമഹു, അവൻ്റെ നോമ്പ് അവൻ എന്ത് ചെയ്യട്ടെ? പൂർത്തീകരിക്കട്ടെ. ഫഇന്നമാ അത്അമഹുല്ലാഹു വസഖാ, അള്ളാഹു അവന് ഭക്ഷണം കൊടുത്തതാണ്, വെള്ളം കൊടുത്തതാണ്, അള്ളാഹു അവന് എന്ത് ചെയ്തു? ഭക്ഷിപ്പിച്ചു, കുടിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയാൽ മതി. അത് മുഖേന നോമ്പിന് എന്തില്ല? കുഴപ്പമില്ല എന്നതാണ്. ഇതിൻ്റെ ഈ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നുള്ളതിൻ്റെ തഹത്തിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. എന്ത് ചെയ്യുന്നു? ഈസാലുൽ മാഇ വനഹ്വിഹി ഇലൽ ജൗഫി അൻ ത്വരീഖിൽ അൻഫി, മൂക്കിലൂടെ എന്ത് ചെയ്യുക? വെള്ളം അകത്തേക്ക് പോവുക. ഇത് നോമ്പ് മുറിക്കുന്ന കാര്യമാണ്. അതേപോലെ വഅഖുൽ മുഗദ്ദി അൻ ത്വരീഖിൽ വരീദി വഹഖ്നുദ്ദമി ഫി സ്വായിം, അതേപോലെ തന്നെ ഭക്ഷണം എന്നുള്ള രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നു. ഗ്ലൂക്കോസ് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് പോലെ ഇത് ഭക്ഷണത്തിന് പകരമാകുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും ഇഞ്ചക്ഷനോ മറ്റും എന്ത് ചെയ്തു? ശരീരത്തിൻ്റെ ഞരമ്പ് വഴി അകത്തേക്ക് പ്രവേശിച്ചാൽ, അല്ലെങ്കിൽ വഹഖ്നുദ്ദമി ഫി സ്വായിം, നോമ്പുകാരനായ ഒരാളെ ശരീരത്തിലേക്ക് രക്തം, ബ്ലഡിൽ എന്ത് ചെയ്യുക? പ്രവേശിപ്പിക്കുക. ഇത് നോമ്പ് മുറിച്ച് കളയുന്ന കാര്യമാണ്. കുല്ലു ദാലിക യുഫ്സിദു സൗമഹു ലിഅന്നഹു തഗ്ദിയത്തുല്ല, കാരണം ഇത് അവൻ്റെ ശരീരത്തിന് പ്രത്യേകമായി ഊർജ്ജം നൽകുന്ന കാര്യമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യും? അത് നോമ്പ് മുറിക്കുന്ന കാര്യമാണ്.
വമിൻ ദാലിക അയ്ദൻ ഹഖ്ഖുൽ സ്വാഇമി ബിൽ ഇബ്രിൽ മുഗദ്ദിയ. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ശരീരത്തിന് ഊർജ്ജം നൽകുന്ന രീതിയിലുള്ള ഇഞ്ചക്ഷൻ നടത്തുക. ലിഅന്നഹാ തഖൂമു മഖാമ ത്വആമി വദാലിക യുഫ്സിദു സിയാം. അത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ്, അതുകൊണ്ട് അത് പാടില്ല. എന്നാൽ അമ്മൽ ഇബ്റു ഗൈരിൽ മുഗദ്ദിയ, മുഗദ്ദിയല്ലാത്തതായ ഇഞ്ചക്ഷനുകൾ, ചിലപ്പോൾ മരുന്ന് എന്ത് ചെയ്യുന്നു, ഇഞ്ചക്ട് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നത് ഫയംബഗി ലിസ്വാഇമി അയ്ദൻ അൻ യതജന്നബഹ മുഹാഫളതൻ അലാ സിയാമി. ഇത് വെടിയുക എന്നുള്ളതാണ് നല്ലത്. നോമ്പിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് ഉപേക്ഷിക്കലാണ് നല്ലത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് ദഅമാ യരീബുക ഇലാ മാ ലാ യരീബുക, സംശയാസ്പദമായ കാര്യങ്ങൾ എന്ത് ചെയ്യാനാണ്, മാറ്റിവെക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. വയുഅഖിറുഹ ഇലൽ ലൈൽ, രാത്രിയിലേക്ക് അത് പിന്തിക്കലാണ് നല്ലത്. എന്നാലും ഒരാൾക്ക് അനിവാര്യമായി വന്നു, മരുന്നുകൾ ഇഞ്ചക്ട് ചെയ്യേണ്ട ആവശ്യം വന്നു, അങ്ങനെ ചെയ്താൽ എന്തില്ല, അത് കുഴപ്പമില്ല എന്നുള്ളതാണ് പ്രബലമായൊരു അഭിപ്രായം. എന്നാലും കഴിയുമെങ്കിൽ അത് എന്ത് ചെയ്യുക, രാത്രി ചെയ്യുക എന്നുള്ളതാണ് ഉചിതം. എന്നാൽ നേരത്തെ പറഞ്ഞ ഗ്ലൂക്കോസോ അതുപോലുള്ളതായ കാര്യങ്ങൾ ഇഞ്ചക്ട് ചെയ്താൽ എന്ത് ചെയ്യും, നോമ്പ് മുറിഞ്ഞു പോകും. അതുപോലെ ശരീരത്തിൽ നിന്ന് രക്തം അധികമായി ഡൊണേഷനോ മറ്റൊക്കെ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുക, ഇതും എന്ത് ചെയ്യുന്നതാണ്, നോമ്പ് മുറിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഹിജാമ ചെയ്യുന്നു, ഹിജാമ ചെയ്ത് ശരീരത്തിൽ നിന്ന് രക്തം കളയുന്നു. ഇങ്ങനെ ഔ സാഹബി ദമിൻ ലി യതബറഅ ബിഹി ലി ഇസ്ആഫി മരീദ്, രോഗിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഡൊണേഷൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചെയ്താൽ മുഖേന എന്ത് ചെയ്യും, നോമ്പ് മുറിയുന്നതാണ്. വയുഫ്തുർ ബിദാലിക കുല്ലി, അതുകൊണ്ടെല്ലാം എന്ത് ചെയ്യും, നോമ്പ് മുറിഞ്ഞു. അപ്പോൾ ഒരാൾക്ക് അടിയന്തര ഘട്ടം വന്ന് വേറൊരു മാർഗ്ഗം ഇല്ലാതെ ചെയ്യുന്നതിന് എന്തില്ല, കുഴപ്പമില്ല. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യും, നോമ്പ് മുറിഞ്ഞു പോകും എന്നുള്ളതാണ്. എന്നാൽ ചെറിയ രീതിയിൽ രക്തം ശരീരത്തിൽ നിന്ന് പുറത്തുപോയി, അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് രക്തം എടുത്തു, തഹലീലിന് വേണ്ടിയിട്ട്, അതെന്ത് ചെയ്യില്ല, നോമ്പിനെ ബാധിക്കുന്ന കാര്യമല്ല, നോമ്പ് മുറിയില്ല. അല്ലെങ്കിൽ സ്വയം ഇഷ്ടപ്രകാരമല്ലാതെ മൂക്കിലൂടെയോ അല്ലെങ്കിൽ പല്ല് എടുത്തപ്പോൾ പല്ലിലൂടെയോ മറ്റൊക്കെ എന്ത് ചെയ്തു, ചെറിയ രീതിയിൽ രക്തം വന്നു, എന്നാലും എന്തില്ല, നോമ്പിനെ മുറിക്കുന്ന കാര്യമല്ല. ധാരാളമായി ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, ഡൊണേഷൻ നടത്തുക രക്തം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹിജാമ പോലുള്ളതായ കാര്യങ്ങളിലൂടെ രക്തം ധാരാളമായി പോവുക, ഇതെന്ത് ചെയ്യും, നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യമാണ്. അതേപോലെ നോമ്പിനെ മുറിക്കുന്ന മറ്റൊരു കാര്യമാണ് അത്തഖയ്യു, മനഃപൂർവ്വം ഛർദ്ദിക്കുക, ഇത് നോമ്പിനെ മുറിക്കും. ഇസ്തിഖ്റാജു മാ ഫിൽ മഅദ മിൻ തുആമിൻ ഔ ശറാബിൻ അൻ ത്വരീഖിൽ ഫമി മുതഅമ്മിദൻ, ആമാശയത്തിലുള്ള വയറ്റിലുള്ള കാര്യങ്ങൾ മനഃപൂർവ്വം എന്ത് ചെയ്യുക, ഏതെങ്കിലും പ്രവർത്തികളിലൂടെ വായയിലൂടെ പുറത്തേക്ക് കളയുക, ഇതിനാണ് മനഃപൂർവ്വം ഛർദ്ദിക്കുക എന്ന് പറയുന്നത്. ഇത് നോമ്പ് മുറിച്ച് കളയുന്ന കാര്യമാണ്. എന്നാൽ ഒരാൾക്ക് സ്വാഭാവികമായി ഛർദ്ദി ഉണ്ടായി, അമ്മ ഇത് അഗലബഹുൽ കൈ, ഛർദ്ദി അവനെ മികച്ചു വന്നു, അങ്ങനെ സ്വാഭാവികമായ ഛർദ്ദി ഉണ്ടായാൽ അത് നോമ്പിനെ മുറിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ദറഅഹുൽ ഖൈഉ ഫലൈസ അലൈഹി ഖളാ, ഒരാൾക്ക് സ്വാഭാവികമായി ഛർദ്ദി ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യേണ്ടതില്ല, അതിനെ ഖളാ വീട്ടേണ്ടതില്ല. വമൻ ഇസ്തഖാ അംദൻ ഫൽയഖ്ളി, മനഃപൂർവ്വം ആരെങ്കിലും ഛർദ്ദിച്ചാൽ അവൻ എന്ത് ചെയ്യണം, നോമ്പ് വീട്ടണം. അപ്പോൾ ഏതെങ്കിലും വായിൽ എന്തെങ്കിലും ഇട്ടിട്ട് എന്ത് ചെയ്തു, ഛർദ്ദിപ്പിച്ചു, അല്ലെങ്കിൽ ഒരാൾക്ക് ഏതെങ്കിലും വൃത്തിഹീനമായ ഏതെങ്കിലും കാര്യങ്ങളിൽ പെരുമാറിയാൽ ഛർദ്ദിക്കുമെന്ന് അവനക്ക് ഉറപ്പാണ്, അത് മണത്താൽ അവിടെ പോയാൽ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, നോമ്പുകാരനായിരിക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ മനഃപൂർവ്വം ഛർദ്ദിക്കുന്നത് പോലെയാവും, അതാണ്. ഇനി അതേപോലെ തന്നെ വയംബഗി അൻ യതജന്നബ അസ്സായിമു അൽ-ഇഖ്തിഹാൽ വമുദാവാത്തിൽ ഐനൈനി ബിഖദ്റത്തിൻ ഔ ബിഗൈരിഹിമാ വഖത അസ്സിയാമി മുഹാഫളതൻ അലാ സിയാം, സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നോമ്പ് മുറിയൊന്നുമില്ല, പക്ഷെ നിരന്തരം കണ്ണിലിങ്ങനെ സുറുമ എഴുതുക, അതല്ലെങ്കിൽ കണ്ണിൽ മരുന്നിറ്റിക്കുക, ഇത് വെടിയുക എന്നുള്ളതാണ് നല്ലത്. സൂക്ഷ്മതയ്ക്ക് നല്ല എന്താണ്, വെടിയുക എന്നുള്ളതാണ്. മൂക്കിലൂടെ മരുന്നിറ്റിച്ചാൽ എന്താവും, നോമ്പ് മുറിഞ്ഞു പോകും. എന്നാൽ കണ്ണിൽ മരുന്നിറ്റിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് വെടിയുക എന്നുള്ളതാണ് എന്ത്, നല്ലത്. അതേപോലെ വലാ യുബാലിഗു ഫിൽ മദ്മദത്തി വൽ ഇസ്തിൻഷാഖ്, വായ കുപ്പിളിക്കുന്നതും മൂക്കിൽ വെള്ളം കയറ്റുന്നതും അതിൽ ആധിക്യം കാണിക്കാൻ പാടില്ല, അത് ചിലപ്പോൾ ഉള്ളിലേക്ക് വെള്ളം പോകാനിടയാക്കിയേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വബാലിഗ് ഫിൽ ഇസ്തിൻഷാഖ്, മൂക്കിൽ വെള്ളം കയറ്റുമ്പോൾ നിങ്ങൾ ആധിക്യം കാണിക്കണം. ഇല്ല അൻ തകൂന സ്വായിമ, നോമ്പുകാരനല്ലെങ്കിൽ, നോമ്പുകാരനാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ സാധാ രീതിയിൽ ചെറിയ രീതിയിൽ എന്ത് ചെയ്യാവുള്ളൂ, വായിലും വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റുകയും പാടുള്ളൂ. ധാരാളമായി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അകത്തേക്ക് വെള്ളം പോകും, അതുകൊണ്ട് അത് ഉപേക്ഷിക്കേണ്ടതാണ്. പല്ല് തേക്കുക എന്നുള്ളത് നോമ്പിനെ ബാധിക്കുന്ന കാര്യമേ അല്ല, എന്നല്ല മുസ്തഹബുൻ, അത് മുസ്തഹബാണ്. മുറഗബുൻ ഫി, ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ച കാര്യമാണ്. നോമ്പുകാരനും അല്ലാത്തവനും ഫി അവ്വലിൻ നഹാരി വാഖിരി അല സ്വഹീഹ്, നോമ്പിൻ്റെ തുടക്കത്തിലാണെങ്കിലും ഒടുക്കത്താണെങ്കിലും പല്ല് തേക്കുന്നതിന് എന്തില്ല,
കുഴപ്പമില്ല എന്നുള്ളതാണ്. പൊടിപടലങ്ങൾ വായിലേക്ക് പാറിപ്പോയി, അല്ലെങ്കിൽ ഒരു ഈച്ച വന്നിട്ട് വായിലേക്ക് പാറിപ്പോയി, ലം യുഅസ്സിർ അലാ സുയാമി, നോമ്പിന് എന്ത് ചെയ്യൂല, അത് ബാധിക്കൂല. അതേപോലെ തന്നെ മുസന്നിഫ് ഹാഫിളഹുല്ലാ പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വയജിബു അല സ്വാഇമി ഇജ്തിനാബു കദിബിൻ വഗീബത്തിൻ വശത്മിൻ, മറ്റുള്ള ആളുകളുടെ പരദൂഷണം പറയുക, അല്ലെങ്കിൽ കളവ് പറയുക, ചീത്ത പറയുക, ഇത് ഉപേക്ഷിക്കുക എന്നുള്ള നിർബന്ധമായ കാര്യമാണ്. ആരെങ്കിലും നമ്മെ വന്ന് ആക്ഷേപിച്ചാൽ, ചീത്ത പറഞ്ഞാൽ, ഇന്നി സ്വായിമുൻ എന്ന് പറഞ്ഞേക്കുക, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞേക്കുക. ചില ആളുകളുണ്ട്, അവർ ഖദ് യസ്ഹുലു അലൈഹി തർക്കു ത്വആമി വശറാബ്, ഭക്ഷണം ഉപേക്ഷിക്കലും വെള്ളം ഉപേക്ഷിക്കലൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമായിരിക്കും. വലാകിൻ ലാ യസ്ഹുലു അലൈഹി തർക്കു മാ ഇഅതാദഹു മിനൽ അഖ്വാലി വൽ അഫ്ആലി റദിയ, പക്ഷെ പതിവാക്കിയ ഇതുപോലുള്ള കളവുകൾ, പരദൂഷണങ്ങൾ, ആളുകൾ ആക്ഷേപിക്കൽ, ഇതിനെ ഉപേക്ഷിക്കുക എന്നുള്ളത് പല ആളുകൾക്കും വളരെ പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് വലിഹാദ ഖാല ബഅദു സലഫ്, ചില സലഫുകൾ പറയുന്നത് കാണാം, അഹ്വനു സിയാമി തർക്കു ത്വആമി വശറാബ്, നോമ്പിൽ ഏറ്റവും എളുപ്പമുള്ളത് എന്താണ്, ഭക്ഷണവും പാനീയവും ഒഴിവാക്കലാണ്. അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്, എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, എന്നെന്നും നിഷിദ്ധമായ, പാടില്ല എന്ന് ഖുർആനും സുന്നത്തും പറഞ്ഞിരിക്കുന്ന മറ്റുള്ള ദൂഷ്യമായ പ്രവർത്തികൾ, വാക്കുകൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ പേടിക്കണം, അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് അവൻ്റെ ഹൃദയത്തിലുണ്ടാകണം എല്ലാ സമയത്തും എല്ലാ സന്ദർഭങ്ങളിലും. അങ്ങനെ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളെ തൊട്ട് അവൻ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുക എന്നുള്ളത് മർമ്മപ്രധാനമായ കാര്യമാണ്. അതുകൊണ്ട് ഒരു നോമ്പുകാരൻ അയ്യസ്തഗല ബിദിക്രില്ല യംബഗി അയ്യസ്തഗല ബിദിക്രില്ല, അള്ളാഹുവിനെ ദിക്റിൽ അവൻ മുഴുകട്ടെ, ഖുർആൻ പാരായണം ചെയ്യട്ടെ, ധാരാളം സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യട്ടെ. ഫഖദ് കാന സലഫു ഇദാ സാമു, സലഫുകൾ നോമ്പെടുത്താൽ ജലസു ഫിൽ മസാജിദ്, അവർ പള്ളികളിൽ ധാരാളം സമയം ഇരിക്കും. എന്നിട്ട് അവർ പറയും, നഹ്ഫദു സൗമന വലാ നഖ്താബു അഹദ, ഞങ്ങൾ ഞങ്ങളുടെ നോമ്പിനെ കാത്തു സൂക്ഷിക്കുകയാണ്, മറ്റുള്ളവരുടെ പരദൂഷണം പറയാൻ പോവുകയില്ല എന്നവർ പറയുമായിരുന്നു. പള്ളികളിൽ കൂടുതൽ സമയം ചിലവഴിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരാണോ മോശപ്പെട്ട വാക്കുകളും പ്രവർത്തികളും ഉപേക്ഷിക്കാത്തവൻ, ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ ത്വആമഹു വശറബഹു, അവൻ വെറുതെ പട്ടിണി കിടന്നിട്ട് ഒരു കാര്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയലുണ്ട്. കാരണം അള്ളാഹുവിലേക്ക് ലിഅന്നഹു ലാ യതിമ്മു തഖറബു ഇലല്ലാഹി തആല ബിതർകി ഹാദിഹി ശഹവാത്തിൽ മുബാഹ, അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഈ ശരീരത്തിൻ്റെ ഇച്ഛകൾ ഉപേക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കില്ല. അതായത് ഭക്ഷണം കഴിക്കൽ എന്താണ്, അനുവദിക്കപ്പെട്ട കാര്യമാണ്. വെള്ളം കുടിക്കൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഭാര്യയുമായി ഇടപഴകൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. നെയ്യത്ത് നന്നായാൽ ഇതെല്ലാം ഇബാദത്തുമാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇങ്ങനെയുള്ള അള്ളാഹു അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങളെ നോമ്പിൻ്റെ സമയത്ത് നീ മാറ്റിവെക്കുന്നു. എന്നിട്ട് കാലാകാലം അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്ന കളവ്, അക്രമം, ഇതുപോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാമെന്ന് എന്ത് ചെയ്യണ്ട, ആരും കരുതേണ്ടതില്ല. അപ്പോൾ എന്നെന്നും നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളെ വർജിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനമാണെന്ത്, നോമ്പ്. അപ്പം മറ്റുള്ളതാണ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നത് കാണാം, അസ്സായിമു ഫീ ഇബാദത്തി, ഒരു നോമ്പുകാരൻ പൂർണ്ണ സമയത്തും ഇബാദത്തിലാണ്. മാലം യഗ്തബ് മുസ്ലിമൻ ഔ യുഅ്ദിഹി, ഒരു മുസ്ലിമിൻ്റെ പരദൂഷണം പറയാത്ത കാലത്തോളം, അവനെ ഉപദ്രവിക്കാത്ത കാലത്തോളം. മറ്റൊരു ഹദീസിൽ കാണാം, മാ സ്വാമ മൻ വല്ല യഅ്കുലു ലുഹൂമ അന്നാസി, മനുഷ്യരുടെ പച്ചമാംസം കഴിക്കുന്നവൻ നോമ്പെടുത്തിട്ടില്ല, അവൻ്റെ നോമ്പ് ശരിയല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നോമ്പുകാരൻ ഇതുപോലുള്ളതായ കാര്യങ്ങൾ, നോമ്പല്ലാത്ത സമയത്ത് അവൻ അനുവദനീയമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് ഫമിൻ ബാബി ഔല അൻ യത്റുക്കൽ അഷ്യാ അല്ലത്തി ലാ തഹില്ലു ലഹു ഫി ജമീൽ, എന്നെന്നും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അവനെന്ത് ഏറ്റവും അനിവാര്യമായ കാര്യം. ഭക്ഷണവും പാനീയവും ഭാര്യയുമായിട്ടുള്ള ബന്ധവും അവൻ ഉപേക്ഷിക്കുന്നതിനേക്കാൾ ശ്രദ്ധയോടെ ഗൗരവത്തോടെ അവൻ ഉപേക്ഷിക്കേണ്ടത് എന്തിനെയാണ്, എന്നെന്നും അവന് നിഷിദ്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ അവനെന്ത് ചെയ്യലാണ്, ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഇതാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുസ്ലിഫ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീക്ക് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ പൊരുത്തത്തിൽ ജീവിക്കാൻ അള്ളാഹു നാം ഇവർക്ക് നല്ല തൗഫീക്ക് നൽകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.